എന്തായാലും അനീഷേട്ടനാണ് ഈ ഡ്രസ്സിന്റെ ഒക്കെ ഓണർ. ഇതിപ്പം ഇന്ന് രാവിലെയാണ് ആക്ച്വലി ഞങ്ങളിത് പ്ലാൻ ചെയ്തത്. ബർത്ത്ഡേ ഇങ്ങനെ ചെയ്യാം, കാരണം നമ്മുടെ അധികം ആൾക്കാരൊന്നും ഇല്ല, നമ്മുടെ ഈ ബിഗ് ബോസിന്റെ കുറച്ച് ഫ്രണ്ട്സ് മാത്രം ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അനീഷേട്ടൻ ഇന്ന് രാവിലെ പറയുമ്പോൾ ഞാൻ അനീഷേട്ടൻ എനിക്ക് റെഡ് മതി, സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. ഇവർക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഇപ്പൊ ജസ്റ്റ് ഞാൻ ഇടുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ ഡ്രസ്സ് എനിക്ക് കൈക്കൊണ്ട് തന്നത്. ഞാൻ ഭയങ്കര സന്തോഷമായി. കോസ്റ്റ്യൂം ഒരു ഫ്ലൈ ടൈപ്പ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ ഫുൾ ബീഡ്സ് വർക്കാണ് ചെയ്തേക്കുന്നത്. റെഡ് തീം വേണമെന്ന ആള് രാവിലെ പറഞ്ഞിരുന്നു, ഇപ്പോഴാണ് ഇത് ചെയ്തത്. ഷോപ്പ് വരുന്നത് തൃശ്ശൂർ കുട്ടനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്കൊരു 15 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. സിനിമ ഈ ഫീൽഡിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് നമ്മള് 2 days അല്ലേ, 2 days. പിന്നെ ആ രാത്രി വന്നിട്ട് ഇപ്പൊ ആൾക്ക് സ്റ്റോൺ വേണമെന്ന് പറഞ്ഞു, ഗ്രീൻ സ്റ്റോൺ നമ്മൾ പറഞ്ഞിട്ട് രാത്രിക്ക് ആക്ച്വലി ആദ്യം ഒരു സ്കേർട്ടും ടോപ്പും വേറെയാ ചെയ്തത്. അപ്പൊ ഞാൻ വന്നപ്പോ ഭയങ്കര പ്ലെയിൻ ആയിട്ട് പോലെ തോന്നി. അപ്പൊ എനിക്ക് പോവാൻ വേണം, കാരണം നമ്മള് 2 ദിവസം മുന്നേ കയറിണ്ടായിരുന്നല്ലോ, വീട്ടില് 3 ദിവസം മുന്നേ കയറിണ്ടായല്ലോ. അപ്പൊ എനിക്ക് പോവാൻ വേണമായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ കുഴപ്പമില്ല, അത്ര ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പിന്നെ നന്ദനയാണ് എനിക്ക്, നന്ദനയുടെ കയ്യില, എനിക്ക് നന്ദനയ്ക്കും ദക്ഷിണയായിട്ടോ. നന്ദനയുടെ ഡ്രസ്സും എല്ലാവരും ഭയങ്കര അഭിപ്രായം പറയും. നന്ദനയുടെ ഡ്രസ്സും ഗ്രാൻഡ് ഫിനാലേക്ക് ഇട്ട ഡ്രസ്സും അവൾ വീക്കെൻഡ് എപ്പിസോഡിലിട്ട് ഓൾമോസ്റ്റ് ഡ്രസ്സും ദക്ഷിണ തന്നെയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മളൊരു 10,000 ആ റേഞ്ചിലൊക്കെയാണ് ഗൗൺ ചെയ്യുന്നത്. ഇതൊരു 10 ആ റേഞ്ചിൽ തന്നെ. കുറവെന്ന് വെച്ചാൽ നമ്മൾ ബഡ്ജറ്റ് ബൈ ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഇതില്. ഇപ്പൊ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഡെയിലി മാറ്റിയിട്ടാണ്. ഇപ്പൊ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫംഗ്ഷൻ എടുക്കില്ല. അപ്പൊ മാക്സിമം റേറ്റ് കുറച്ചിട്ട് നമ്മള് വെഡിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ അറിയോ, ഇപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ ഇന്ന് രാവിലെയാണ് ഇത് പ്ലാൻ ചെയ്തത്. കാരണം നമ്മളെ ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾക്ക് ബിഗ് ടിവിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ എല്ലാവരും ഞങ്ങൾക്ക് ട്രീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വരും, ആൾക്കാർക്ക് ഇപ്പൊ വരും. അവരാണ് പറഞ്ഞ് ട്രീറ്റ് വേണം. അപ്പൊ പെട്ടെന്ന് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇന്നിവിടെ കാണുന്ന എല്ലാം ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഞാൻ കച്ചവടമൊക്കെ ഉണ്ടാക്കിയതല്ല. ഡ്രസ്സും ഈ സ്റ്റേജ് ഡെക്കറേഷനും ഫുഡും, ഈവൻ ഫുഡ് അടക്കം എല്ലാം എനിക്ക് ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്ത ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. കുറച്ച് ആൾക്കാർ എന്താ പറയാ ഗിഫ്റ്റായിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്തു തന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഗുരുവായൂർ പോകാൻ പറ്റി. കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പോകണമെന്ന്, പക്ഷേ ഈ വർഷം ഗുരുവായൂർ പോയി. അവിടുത്തെ സദ്യ ഉണ്ട്, ഗുരുവായൂരപ്പൻ്റെ സദ്യ ഉണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷം. എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഓൾമോസ്റ്റ് ആൾക്കാരും വരുന്നുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർ നാട്ടിലില്ല. ശരണ്യ, ശ്രീരേഖ ചേച്ചി, സുരേഷ് ഏട്ടൻ നാട്ടിലില്ല. ശ്രീരേഖ ചേച്ചി ഗോവയിലാണ്, കണ്ണൂർ പോയി. ശരണ്യ ഇവിടെ ഇല്ല, ഹസ്ബൻഡിൻ്റെ നാട്ടിലാണ്. സുരേഷ് ഏട്ടൻ ഇവിടെ അല്ല. പിന്നെ ആരാ, അർജുൻ എന്തോ തിരക്കിലാണ്. അപ്പം അർജുൻ ഇപ്പം അറിയില്ല, ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ വേറെ ആരാ, ജിൻഡോ ചേട്ടൻ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ജിൻഡോ ചേട്ടൻ ഇന്നെന്തോ ഏതൊരു മൂവീൻ്റെ പ്രൊമോഷൻ എന്തോ ആയിട്ട് കൊച്ചിയിലുണ്ട്. ജിൻഡോ ചേട്ടൻ ചിലപ്പോൾ വരും. ബാക്കി ജാൻമണി ചേച്ചി എത്താറായി. ബാക്കി ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് നമുക്ക് വന്നിട്ട് കാണാം. എന്നാലും എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ട്. നമുക്കൊരു ഗ്രൂപ്പുണ്ട്, BB6ൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എല്ലാവരും ഭയങ്കര ആക്റ്റീവ്. അവരാണ് ആക്ച്വലി രാത്രി 12 മണിക്ക് എന്നെ വിളിച്ചിട്ട് ഈ പരിപാടി ഒപ്പിച്ചത്.